ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. തത്വമസി മഹാവാക്യ വിചാരത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 4-ാം ദിവസം. ഒരു ചോദ്യം സംശയരൂപത്തിൽ വന്നിട്ടുള്ളത്, ഈ ഒരാളുടെ വിധി നിശ്ചയിക്കുന്നത് അതിപ്പോൾ മറ്റൊരാൾ ഇടപെടുന്നതിലൂടെ മാത്രമല്ലല്ലോ. അയാൾക്ക് അങ്ങനെയാണ് യോഗമെങ്കിൽ അതല്ലേ അതിനെ ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ മെസ്സിയുടെയും കോച്ചിൻ്റെയും കാര്യം പറഞ്ഞതിൽ നിന്നാണ് ഈ സംശയം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയല്ല. അതായത് ഇപ്പോൾ നിങ്ങളോട് മറ്റൊരാളുടെ അനുഭവം, അവർ പങ്കുവെച്ച അനുഭവത്തെ പറയാം. അവർ വളരെ ലോകപ്രശസ്തയാണ്. ഇന്ന് അവരുടെ പുസ്തകങ്ങളൊക്കെ വലിയ രീതിയിൽ വായിക്കപ്പെടുന്നതാണ്. പുറത്തുള്ളവർ, പ്രത്യേകിച്ചും വിദേശികൾ. നമ്മുടെ ഇൻഫോസിസിൻ്റെ നാരായണമൂർത്തിയുടെ ഭാര്യയായിട്ടുള്ള സുധാമൂർത്തി, അവർക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പിറവി മാഗസിനുള്ള സമയത്ത്, ഇപ്പം അത് പുറത്തിറങ്ങുന്നില്ല, അവർ നമുക്ക് അവരുടെ കോളം അവരെഴുതിയിട്ടുള്ളതൊക്കെ പബ്ലിഷ് ചെയ്യാൻ അനുവാദം തന്നിരുന്നു. അന്ന് അവരുടെ മലയാളത്തിലേക്ക് അവരുടെ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടില്ല. പിന്നീടാണ് DC ഒക്കെ അവരുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത്. അവരുടെ അനുഭവങ്ങൾ, പല അനുഭവങ്ങൾ അവർക്കുണ്ടായത് പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മളൊരു ചെറിയ കാര്യം ചെയ്യുന്നതിലൂടെ ഒരാളുടെ ജീവിതം തന്നെ മറിയും. ചെറിയൊരു കാര്യമാണ്. പലപ്പോഴും നമ്മളത് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് സംശയങ്ങളും, നമ്മളതിന് ഓരോരോ ഉടായിപ്പുകളാണ് പറയുക. എല്ലാം കള്ളന്മാരാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ എല്ലാ തട്ടിപ്പിന് സ്വർണ്ണപ്പാളിക്കും നമ്മൾ കൊണ്ടുപോയിട്ട് കാശ് കൊടുക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ചെയ്യേണ്ടത് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം ഉണ്ടായപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കാൻ ഇതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. സുധാമൂർത്തി പറയുന്നതാണ്, അവരെഴുതിയിട്ടുള്ളതാണ്. ഒരു കാര്യത്തെ കാണും, അവർ ഇപ്പോൾ എഴുതിയത് മുഴുവനായിട്ട് നമ്മൾ നിങ്ങളോട് പറയാനൊക്കെ പുറപ്പെട്ടാൽ അത് കുറേ ഉണ്ട് പറയാൻ. അതിനെ ചുരുക്കി പറയാം. അവർ ബോംബെയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ട്രെയിനിൽ വരികയാണ്. അപ്പോൾ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ്, 2nd ക്ലാസ്സിൽ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ അവർ നോക്കുന്ന സമയത്ത് കയറാൻ അവർക്ക് പറ്റാത്ത അത്രയും വിധത്തിൽ ടിക്കറ്റ് എടുക്കാത്തവരും റിസർവ് ചെയ്യാത്തവരും ഒക്കെ ആയിട്ടുള്ളവർ കുത്തി കയറിയിട്ടുണ്ട് അതിൽ. അപ്പോൾ അവരുടെ സീറ്റിൽ 3 പേര് ഇരിക്കുന്നിടത്ത് 6 പേര് ഇരുന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ TT അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നു. TT പലരോടും, ടിക്കറ്റ് എടുക്കാത്തവരോടും ഒക്കെ ആയിട്ടുള്ള ചിലരുടെ അപേക്ഷകളും വാക്ക് തർക്കങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഇവരോട് ടിക്കറ്റ് ചോദിച്ചു, സുധാമൂർത്തിയോട്. അവർ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. വീണ്ടും അവരോട് നിങ്ങളുടെ ടിക്കറ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞാൻ കാണിച്ചു തന്നല്ലോ. നിങ്ങളോടല്ല, നിങ്ങളുടെ ബർത്തിൻ്റെ അടിയിലൊരാളുണ്ട്, അവരോടാണ്. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവരുടെ ബർത്തിൻ്റെ അടിയിൽ ഒരു കുട്ടി ഒളിച്ചിരിക്കുന്നുണ്ട്. ഒരു 14-13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ വളരെ മുഷിഞ്ഞ വസ്ത്രവും ഒക്കെ ആയിട്ടൊരു വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് ആ കുട്ടി. അപ്പോൾ അതിനോട് ഇദ്ദേഹം ശകാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട്. അവസാനം ആ കുട്ടി പുറത്തേക്ക് വന്നു. അതിനോട് ടിക്കറ്റ് ചോദിച്ചു. ടിക്കറ്റ് ഇല്ല അതിൻ്റെ കയ്യിൽ. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഏതാ അത് ഒന്നിനും ഒരു ഉത്തരം പറയുന്നില്ല. അങ്ങനെ ഉത്തരം പറയാതിരിക്കുമ്പോൾ ഈ TTക്ക് ദേഷ്യം വരുന്നുണ്ട്.
അപ്പോൾ ടി ടി കുറേ ശകാരവാക്കുകളും അതും ഇതൊക്കെ പറഞ്ഞ് ടി ടി അവസാനം പറയുകയാണ്, ഞാൻ നിങ്ങളെ അടുത്ത സ്റ്റേഷനിൽ ഇറക്കി പോലീസിന് കൈമാറും, അവർ നിങ്ങളെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അങ്ങനെ തീരുമാനമെടുത്തു. അങ്ങനെ ഒരു സ്റ്റേഷനിൽ എത്തി ഈ കുട്ടിയെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ ഇവർ ഒരു നിസ്സഹായമായിട്ട് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇറങ്ങാനാകുന്ന ആ സമയത്ത് അവർക്ക് ഒരു ഉൾവിളി പോലെ അവർക്ക് തോന്നുകയാണ് ഈ കുട്ടിക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാം. അങ്ങനെ അവർ പറയുക, ഞാൻ ടിക്കറ്റ് എടുക്കാം, ആ കുട്ടിയെ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത്, രാത്രി സമയമാണ്, അവൾ ഒരു ചെറിയ പെൺകുട്ടിയാണ്, എന്താ സംഭവിക്കുക എന്നുള്ള ആ ഒരു ഇതിൽ അവർ പറഞ്ഞു, വേണ്ട ഞാൻ ടിക്കറ്റ് എടുക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടി ടി പറയുക, അങ്ങനെയൊന്നും അല്ല മാഡം, നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കയറിക്കൂടി ആളുകളുടെ അടുത്ത് കാശ് വസൂലാക്കി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വളരെ നെഗറ്റീവായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. അതൊന്നും ഒരു അക്ഷരമിണ്ടാതെ അതിങ്ങനെ നിൽക്കുകയാണ് അതവിടെ. അങ്ങനെ അവസാനം ഇവർക്ക് തോന്നുകയാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇവർ ഈ ടി ടിയോട് പറയുകയാണ്, അങ്ങനെയല്ല, ഞാൻ എടുക്കാം ടിക്കറ്റ്, നമുക്കത് മതിയല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ ടി ടി ഇവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്, ഇത് ബോംബെ മുതൽ ബാംഗ്ലൂർ വരെയുള്ള ടിക്കറ്റ് നിങ്ങൾ എടുക്കണം. അപ്പോൾ ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് സുധാമൂർത്തി, നിനക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത്, അത് ഒരു അക്ഷരമുണ്ടെന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാതെ നിങ്ങൾ ബോംബെ ബാംഗ്ലൂർ വരെ ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർ കൊടുത്തു. ബോംബെ ടു ബാംഗ്ലൂർ അവർ ടിക്കറ്റ് എടുക്കുകയാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത് വീണ്ടും അതിനോട് ഇവർ മറ്റുള്ളവരോട് പറഞ്ഞു, കുറച്ച് സ്ഥലം കൊടുക്കൂ അവൾക്ക് ഇരിക്കാൻ, കാരണം അവനിപ്പോൾ ടിക്കറ്റൊക്കെ ഉണ്ടല്ലോ ആ നിലയിൽ. അപ്പോൾ അത് ഇരിക്കുന്നില്ല, അത് ട്രെയിനിൻ്റെ താഴെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം അവർ ഏർപ്പാടാക്കി ഭക്ഷണം മേടിച്ചു കൊടുത്തു. ആ ഭക്ഷണവും കയ്യിൽ വെച്ച് ഇങ്ങനെ ആ കുട്ടി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ സുധാമൂർത്തി ഉറങ്ങിപ്പോകുന്നു. രാവിലെ ആയിട്ട് ബാംഗ്ലൂർ എത്താറാവുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഈ കുട്ടി അവിടെ തന്നെ എന്താ പറയുക, കിടന്നുകൊണ്ട് ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് മയങ്ങുകയാണ്, ഉറക്കത്തിലാണ്, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ആശ്വാസമായി ഇതൊക്കെ പറയുന്നു. അങ്ങനെ ബാംഗ്ലൂർ പിന്നെ അതിനോട് എത്താറാവുമ്പോൾ അതിനോട് കയറി, സീറ്റൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്, കയറി ഇരിക്കാൻ പറയുകയാണ്, സീറ്റിലിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അനുസരിച്ചു. അപ്പോൾ അതിനോട് പേര് ചോദിച്ചപ്പോൾ പേര് പറയുകയാണ്, ചിത്ര എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രാരബ്ധം പറഞ്ഞു. അതിൻ്റെ അമ്മ മരണപ്പെടുന്നതും അച്ഛൻ വീണ്ടും വിവാഹം കഴിക്കുക, ആകെ കൂടെ പ്രശ്നങ്ങളാണ്. അച്ഛനും അമ്മയൊക്കെ അവസാനം എല്ലാവരും ആരും ഇല്ല, അനാഥയായിട്ടുള്ള അവസ്ഥയിൽ അതിന് പീഡനങ്ങളൊക്കെ ഏൽക്കുമോ എന്നുള്ള ഒരു മട്ടില്ല, അത് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിൽ കയറി കൂടിയത്. അപ്പോൾ അതിൻ്റെ ദേഹത്ത് മുറിവേറ്റ പാടുകളൊക്കെ ഉണ്ടെന്ന് ഇവർ പറയുന്നു. അങ്ങനെ എന്തായാലും അതിനോട് ഇങ്ങനെ ബാംഗ്ലൂർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവരതിനോട് യാത്ര പറഞ്ഞ് ഇവർ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് അതിങ്ങനെ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കും ഒരു വല്ലാത്തൊരു വിഷമമുണ്ട്. എന്തായാലും ഇവർ വിചാരിക്കുകയാണ് സ്വയം, ഇത് എനിക്കൊരു പ്രാരബ്ധമായി മാറണ്ട എന്ന് കരുതിയിട്ട് അവർ കാറിലേക്ക് പോയി. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി കാറ് വന്നിട്ടുണ്ട്. കാറ് കയറി അവർ ഇരിക്കുമ്പോൾ ഈ കുട്ടി പതുക്കെ ഇവരുടെ പിറകിൽ നടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തോന്നി, ഞാൻ ഈ ബാംഗ്ലൂരിൽ ഈ കുട്ടിയെ ഇങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ അത് വീണ്ടും അതിലേറെ തലവേദനയാവുമല്ലോ. ഈ കുട്ടി ഈ നഗരത്തെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ടായിരുന്നു, എന്ത് ആക്രമിക്കപ്പെടാം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അവർ ഡ്രൈവറോട് പറഞ്ഞു ആ കുട്ടിയെ കയറ്റാൻ പറഞ്ഞു. വണ്ടിയിൽ അങ്ങനെ കയറ്റിയിട്ട് അവർ ആലോചിച്ചു, ഒരു കാര്യം ചെയ്യാം, അവരും ഇൻഫോസിസ് ഫണ്ട് ചെയ്യുന്ന ഒരു ഓർഫനേജ് ഉണ്ട്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ വെവ്വേറെയായിട്ടുള്ള നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു ഓർഫനേജ്. അപ്പോൾ ആ ഓർഫനേജിൽ കൊണ്ടാക്കി പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരാം, അവരവിടെ പോകുന്നതൊക്കെയാണ്. അങ്ങനെ ഇവർ ഒരാഴ്ച ചെന്ന് കഴിഞ്ഞ് അപ്പോൾ ഓർഫനേജിലുള്ളവർ അവർക്ക് ഈ കാശൊക്കെ കൊടുത്ത് വസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു അവിടുന്ന് സ്ഥലം കാലിയാക്കിയിട്ടുണ്ടാവും. നോക്കുമ്പോൾ അവിടെ ഉണ്ട്. ഓർഫനേജിലുള്ളവർക്ക് വലിയ സന്തോഷം ആ കുട്ടിയെക്കുറിച്ച്. അവർ പറഞ്ഞു, ഈ ചെറിയ കുട്ടികൾക്കൊക്കെ അവൾ നന്നായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അവളുടെ ഗ്രാമത്തിൽ അവൾ ക്ലാസ്സിൽ മിടുക്കിയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒന്നാമത്തെ ഇതാണ് അവൾക്ക് തുടർന്ന് പഠിക്കാനൊന്നും സാധിച്ചിട്ടില്ല
എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഇവർക്ക് വളരെ സന്തോഷമായി. ഇവർ അവിടുത്തെ ആശ്രമവാസികളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അവളെവിടെ അടുത്ത സ്കൂളിലാക്കൂ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞു. അവളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവൾ 10ാം ക്ലാസ് പാസ്സാവും. നല്ല മാർക്കോട് കൂടിയിട്ട് അവൾ 10ാം ക്ലാസ് പാസ്സാവുന്നു. അതിൻ്റെ ഇടയിലൊക്കെ ഇടയ്ക്ക് ഇവർ അന്വേഷിക്കും കാര്യങ്ങളെല്ലാം. ചിത്ര എന്നാണ് അതിൻ്റെ പേര്, ചിത്രയെക്കുറിച്ച്. അപ്പോൾ അവർ ഇതിനെ ചിത്ര സുധാമൂർത്തിയെ അക്കാന്ന് വിളിച്ച് വളരെ എല്ലാ സന്തോഷവും പങ്കുവയ്ക്കും. കൊല്ലത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയായി കാണല്ലോ അതിന്. അങ്ങനെ അതിനോട് പറഞ്ഞു, നീ എൻജിനീയറിങ് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഇവർ പറഞ്ഞു ഇല്ല അക്ക, ഞാൻ കമ്പ്യൂട്ടർ എടുക്കാം, എനിക്ക് അതാണെന്നൊക്കെ പറഞ്ഞു. അവൾ കമ്പ്യൂട്ടറിൽ ചേർന്ന് അതിലവൾ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി അത് പാസ്സാവുന്നു. അങ്ങനെ അവൾക്ക് അവിടെ ഒരു ജോലി കിട്ടും. അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴും അവൾ അവിടെ തന്നെ ആശ്രമത്തിൽ താമസിക്കുന്നു. ആശ്രമത്തിന് അവൾ ജോലി കിട്ടിയ, സുധാമൂർത്തി എല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട്. ജോലി കിട്ടിയ സമയത്ത് അവൾ സാരിയും മധുരപലഹാരങ്ങളും ഒക്കെ ആയിട്ട് സുധാമൂർത്തിയെ കാണാൻ വരുന്നുണ്ട്. അവളുടെ ആ സംസ്കാരം വളരെ വലുതാണ്. കാല് പിടിക്കുന്നു, അവരെ തൊട്ട് നമസ്കരിച്ച് അതൊക്കെ അവർക്ക് നൽകുകയൊക്കെ ചെയ്യും. അവർ ആശ്രമത്തിലെ കുട്ടികൾക്കെല്ലാം മധുരപലഹാരങ്ങളൊക്കെ അവളുടെ ആദ്യത്തെ ശമ്പളം അങ്ങനെ തീർത്തു എന്നാണ്. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണല്ലോ, അവിടെ താമസിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യം വന്നപ്പോൾ സുധാമൂർത്തി പറഞ്ഞു, അവരോട് എന്തെങ്കിലും ഒരു വാടക ഇനത്തിൽ എന്തെങ്കിലും മേടിക്കൂ, എന്നിട്ട് അവളെ അവിടെ തന്നെ താമസിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ആ കുട്ടിയോട് അത് പറഞ്ഞു. അതിന് വളരെ സന്തോഷമായിട്ട് ശമ്പളം മേടിക്കുന്നതാണല്ലോ, അതിൽ നിന്ന് കൊടുത്ത് ആ കുട്ടി അവിടെ തുടർന്നു പോരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ സുധാമൂർത്തി ഡൽഹിയിലാണ്, ഈ കുട്ടി ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എൻ്റെ കമ്പനി, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്നെ US വിടാൻ തയ്യാറായിട്ടുണ്ട്, അമേരിക്കയിലേക്ക് അവരുടെ ഇതിലേക്ക് വിടാൻ തയ്യാറായിട്ടുണ്ട്, അക്കയെ കണ്ട് എനിക്ക് അനുഗ്രഹം മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ കുട്ടി US പോകുന്നു. അങ്ങനെ US പോയി. അപ്പോൾ US നിന്ന് ഇമെയിലൊക്കെ വന്നു, ഇമെയിലൊക്കെ അയക്കും, നല്ല രീതിയിൽ നല്ല ഇതിലായിട്ട് പോകുന്നു. പിന്നെ അതിന് കല്യാണം ഇവിടുന്ന് വരെ എങ്ങനെ ആലോചിക്കണം, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവൾ അതിനെയൊക്കെ വളരെ സൗകര്യമായിട്ട് ഡിനൈ ചെയ്യുന്നുമുണ്ട്. എന്തായാലും അവൾ അമേരിക്കയിൽ വളരെ നല്ല രീതിയിൽ പോകുന്നു. അങ്ങനെ സുധാമൂർത്തി എവിടെയായാലും നന്നായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയൊക്കെ ആയിട്ട് അവരങ്ങനെ കഴിയുക, അവരാശീർവദിക്കുക. അങ്ങനെ ഈ കർണാടക കൂട്ടായ്മയുടെ ഒരു വർഷാവർഷം നടക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട് അമേരിക്കയിൽ. അങ്ങനെ നമ്മുടെ മലയാളി കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ അവിടെ US അങ്ങനെയാണ്. എല്ലാ നമ്മുടെ ഇന്ത്യൻ ഇതിൽ എല്ലാ കൂട്ടായ്മകളുടെയും പരിപാടികൾ നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഗസ്റ്റുകൾ പോകും. അങ്ങനെ സുധാമൂർത്തി ഗസ്റ്റായിട്ട് അവിടേക്ക് കർണാടക കൂട്ടായ്മയുടെ പരിപാടിക്ക് പോകുന്നതാണ്. അപ്പോൾ അവർ അവിടെ പോയി ഈ പരിപാടി കഴിഞ്ഞ്, അപ്പോൾ അവർ അവിടെ തന്നെയായിരുന്നു താമസിച്ചത്, ആ ഹോട്ടലിലാണ് താമസിച്ചത്. അങ്ങനെ പരിപാടി കഴിഞ്ഞ് അവർ അവിടുന്ന് ഒരു ഷോർട്ട് വിസിറ്റാണത്. അപ്പോൾ അവർ അത് കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഹോട്ടൽ ബില്ല് സെറ്റിൽ ചെയ്യാൻ വേണ്ടി താഴെ വന്ന സമയത്ത് ഇവർ റിസപ്ഷനിൽ ചെക്കൗട്ട് പറയുമ്പം അവരോട് പറയുകയാണ്, ബില്ലെല്ലാം പേയ്മെൻറ്റ് കഴിഞ്ഞു മാഡം. അപ്പോൾ ചോദിച്ചു, ആരാണത് ചെയ്തത്? അപ്പോൾ അതാ അവിടെ ഇരിക്കുന്ന ആ ഒരു മാഡമാണ് ഇത് ചെയ്തത്, അവരാണ്, ആ ലേഡിയാണ് ചെയ്തത് എന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ ഈ ചിത്രയാണ് അവിടെ. ചിത്രയുടെ കൂടെ ഒരു വെള്ളക്കാരനും ഉണ്ട്, ഒരു ജോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു സുധാമൂർത്തിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവൾ അങ്ങനെ ചെയ്തത് അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അത്ഭുതമായി. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇതേ സിറ്റിയിൽ തന്നെയാണ്, ഞാൻ ഈ കൂട്ടായ്മയിലൊരു അംഗമാണ്, അക്ക വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും അക്കയ്ക്ക് ഒരു സർപ്രൈസ് തരണമെന്ന്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടെത്തിയ ആളാണ്, മിക്കവാറും അടുത്ത വർഷം, ഈ വർഷാവസാനം ഞങ്ങളുടെ വിവാഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുധാമൂർത്തി അവളോട് വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഹോട്ടൽ ബില്ല് കൊടുത്തത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ, ഹോട്ടൽ ബില്ല് എന്തിനാണ് നീ പേ ചെയ്തത്? അപ്പോൾ അവൾ വേറെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് സുധാമൂർത്തി ആ കഥ അവസാനിപ്പിക്കുന്നത് വീണ്ടും ചോദിക്കും അവളോട്, നീ എന്തിനാണ് ഹോട്ടൽ ബില്ല് കൊടുത്തത്? അപ്പോൾ അവൾ പറയുന്നതാണ്, എന്തിനാണ് ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് ടിക്കറ്റ് എടുത്തത് എനിക്ക് വേണ്ടി.
അപ്പോൾ ഇതൊരു ഇതൊരു എന്താ ഫിക്ഷനല്ല, ഇതൊരു ട്രൂ ഇവൻ്റാണ്, ട്രൂ സ്റ്റോറിയാണ്. അപ്പോൾ ഒരു കുട്ടി അവൾ പറയുന്നുണ്ട്, എനിക്കങ്ങനെ ഒരു ടിക്കറ്റ് എടുത്ത് തന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു വേശ്യയായി തീരാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ എന്താ പറയുക വല്ല മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീയാവാം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരോരുമില്ലാത്ത രോഗങ്ങളൊക്കെ വന്നിട്ട് കഴിയുന്ന അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയേക്കാം. ശരിയാണ്. അപ്പോൾ ഒരു ചെറിയൊരു കെയറിങ് ആണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ എന്താണ് നിന്നോട് ചെയ്തിട്ടുള്ളത്, നീ തന്നെ പ്രയത്നിച്ചാണ് നീ ഇതൊക്കെ നേടിയിട്ടുള്ളത്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരതിനെയൊക്കെ അതൊന്നും ഉൾക്കൊള്ളുന്നില്ല. ഒക്കെയാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് എനിക്ക് എന്തെങ്കിലും ആവാൻ സാധിച്ചിട്ടുണ്ട്, ഒക്കെയുടെ ഇതുകൊണ്ട് മാത്രമാണെന്ന്. അപ്പോൾ ഒരാൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇതൊക്കെ ഇവർക്ക് ഗതിയാണ്, ഇവരുടെ തലവരെയാണ്, ഇവരെ അനുഭവിക്കട്ടെ എന്നല്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ചിലപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് അതിൻ്റെ മുകളിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവനെ ഇങ്ങനെ എന്താ പറയുക കൊണ്ടുപോയി കള്ളു കുടിക്കും, അല്ലെങ്കിൽ ഇത് സ്ഥിരം പരിപാടിയാണ്, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതാണ്, അതൊക്കെ ഉണ്ടാവാം. അതും ഉണ്ടാവാം, അതല്ലാത്തതും ഉണ്ട് ഈ ഗണത്തിൽ. അതുകൊണ്ട് നമ്മുടെ ഇടപെടലുകൾ, അത് ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ടുള്ള ഇടപെടലുകൾ ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അതിനാണ് നമ്മൾ ആ ഒരു ഉദാഹരണം പറഞ്ഞത് മെസ്സിയുടെ കാര്യത്തിൽ. ആ കോച്ചിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ മെസ്സി കഴിവുള്ള ആളൊക്കെ തന്നെയാണ്, പക്ഷേ ആ സർഗശേഷി മുഴുവൻ പുറത്തെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു ഇത് വരുമ്പോഴോ, ഇതാണ് ഈ അർജുനനും കൃഷ്ണനും തമ്മിലൊക്കെ ഉള്ള, നമ്മൾ അവരെയൊക്കെ ഉദാഹരിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളല്ല, അതൊന്നും ജീവിക്കുന്ന ഉദാഹരണങ്ങളല്ല. പക്ഷേ സുധാമൂർത്തി എന്ന് പറയുന്ന ഇപ്പം ജീവനോടെയുള്ള ഒരു നമുക്ക് വിശ്വാസയോഗ്യമായ, ഈ തള്ളി മറക്കിലൊന്നും ഇല്ലാത്ത സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നവരാണ്. നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ, നിങ്ങളിതുപോലെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ. ഒരു ചെറിയ നിങ്ങളുടെ ഒരു ഇടപെടലായിരിക്കാം പിന്നീട് അവർ വലിയ ഒരു പൊസിഷനിലേക്കൊക്കെ എത്തുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ഇത് ഇങ്ങനെയാണ്, ഇവരുടെയൊക്കെ ഇത് ഇന്നതുകൊണ്ടാണ്, ഇതാണ് എന്ന് പറഞ്ഞ് അതൊക്കെ ഒരു തരത്തിലുള്ള നമുക്ക് സൗകര്യമില്ല. ഇത് തന്നെ നമ്മൾ അങ്ങനെയാണ് ചിലപ്പോൾ ഈ പറയുന്ന ആളുകൾ, എല്ലാവരുടെ കാര്യത്തിലും അല്ല. അപ്പോൾ പറയും ഇന്നവർ കൊടുക്കട്ടെ, യൂസഫ് അലി കൊടുക്കട്ടെ, മറ്റവർ കൊടുക്കട്ടെ, മറിച്ചവർ കൊടുക്കട്ടെ എന്ന്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയുള്ളതായിരിക്കും? ഈ പറഞ്ഞ പോറ്റിമാരെ പോറ്റാനുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. എന്നിട്ട് പറയും എനിക്കിപ്പോൾ ദൈവത്തിലേ വിശ്വാസമില്ല എന്ന്. എങ്ങനെയുണ്ട്? ഇതാണ് ഇങ്ങനെ ഓരോ കള്ളന്മാർ അമ്പലമായിട്ടും ഇതുമായിട്ടൊക്കെ ഓരോ പരിപാടിയൊക്കെ ചെയ്യുമ്പം നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ അറിയുക? എന്തായാലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടേത് ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, നമ്മുടെ വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധയാദേയം ഭിയാദേയം സംവിധാദേയം. ശ്രദ്ധയോടുകൂടി കൊടുക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിലൊരു ശ്രദ്ധ ഉണ്ടാവണം, ഒരു ഗുണപരമായി തീരട്ടെ എന്നുള്ള ഒരു കാര്യത്തിൽ. അങ്ങനെ എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ളത്. അവർക്കൊക്കെ അവരോട് വലിയ കടപ്പാടായിരിക്കും, എന്നും ജീവിതത്തിൽ അവർക്ക് എന്നും വലിയ കടപ്പാടായിരിക്കും. കാരണം അവരത് സ്മരിക്കുന്നു നന്ദിയോടെ. ഇദ്ദേഹം അന്ന് ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു ഇന്ന് ഞാൻ ഇന്നലയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ഇടപെടൽ, ചിലപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലൊക്കെ ഇടപെടലുകൊണ്ടായിരിക്കും അയാൾ കുത്തുവാള എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയുണ്ടേ. അങ്ങനെയല്ലാതെ ഈ ഈശാവാസ്യത്തിൽ ഒരു മന്ത്രം തന്നെ ഉണ്ട്, ഓം ക്രതോസ്മര കൃതം സ്മര ക്രതോസ്മര കൃതം സ്മര. നമ്മൾ ചെയ്ത കാര്യങ്ങളെ സ്മരിക്കാൻ പറയുക. നമ്മൾ ചെയ്ത കാര്യങ്ങളെ സ്മരിക്കുമ്പം സാർത്ഥകമായ, ഏറ്റവും നമുക്ക് തന്നെ ഒരു സന്തോഷം തരുന്ന എന്തെങ്കിലും ഉണ്ടോ? അതാണ്. അതോ പാരവെപ്പും കൊള്ളിവെപ്പും വേണ്ടാധീനങ്ങൾ പറഞ്ഞിട്ടുള്ള അടിയുണ്ടാക്കലും ഒക്കെ ആണോ? പ്രധാനമാണ്. അപ്പം ഇതാണ്
ഈ ചോദ്യത്തിനുള്ള നമ്മുടെ ഉത്തരം. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് വേറെ, യൂസഫ് അലിയെ പോലെയുള്ളവർ കൊടുക്കുന്നത് വേറെ, അവരുടെ വരുമാനത്തിൻ്റെ, ആസ്തിയുടെ, അതിൻ്റെ ഇത് വെച്ച് അവർ കൊടുക്കുന്നു. നമുക്കും അതുപോലെ കൊടുക്കാം. അതേപോലെ എന്നല്ല, നമ്മുടെ വരുമാനവും ആസ്തി എത്രയാണോ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യൂ, അത്രയേ ഉള്ളൂ. അത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇതിന് കാരണമായേക്കാം. അല്ലാതെ ഒരാൾക്ക് മദ്യം മേടിച്ചു കൊടുത്തതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിലൂടെ അല്ല. ഒരു ഈ സത്കർമ്മം എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ്. ശരി, അപ്പം തത്വമസി മഹാവാക്യ വിചാരത്തിൽ ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് 12 വർഷം പ്രായമായ കുട്ടിയോട് വേദാധ്യയനം ചെയ്യാൻ പറയുന്നു. ആ വേദാധ്യയനം ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയും. അങ്ങനെ അവൻ വേദാധ്യയനത്തിന് പോയി തിരിച്ചു വന്ന് അവനിൽ അറിവിൻ്റെ ഒരു നിറവ് ഉദ്ദാലകൻ കാണുന്നില്ല, മറിച്ച് അഹങ്കാരത്തെയാണ് കാണുന്നത്. അങ്ങനെ അഹങ്കാരത്തോടു കൂടിയിട്ടുള്ള വിനയാന്വിതനല്ലാത്ത ശ്വേതകേതുവിനോട് ഉദ്ദാലകൻ ചോദിക്കുന്നു, നീ അത് അറിഞ്ഞില്ലേ? അതിനെക്കുറിച്ച് നീ ചോദിച്ചില്ലേ? ഏതൊന്നറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായിത്തീരും. യാതൊന്ന് കേട്ടാൽ ഇനിയൊന്ന് കേൾക്കേണ്ടതായിട്ടില്ലയോ? അത് ആ ആദേശം നീ അറിഞ്ഞില്ലേ? അപ്പം അതെങ്ങനെയുണ്ട്, എന്താണത്, എങ്ങനെയാണ് അച്ഛാ, പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ ഒരു മണ്ണിൻ്റെ അല്പമാത്രമായിട്ടുള്ള മണ്ണിനെ അറിയുമ്പോൾ ഏകേന മൃത്പിണ്ഡേന സർവം മൃണ്മയം വിജ്ഞാതം സ്യാത്, എല്ലാ മൺപാത്രങ്ങളും മണ്ണാണെന്നറിയുന്നത്. ശങ്കര ഭഗവത്പാദർ ഭാഷ്യത്തിൽ പറയും, ഒരാൾ രാവിലെ നടന്നു പോകുമ്പോൾ ആ കൊശവൻ്റെ കുലാലൻ്റെ ആലയുടെ മുന്നിൽ വലിയ ഒരു കൂന കളിമണ്ണുണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, അവർ ഇതുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളിമൺ. അത് കുറേ അവിടെ കണ്ടു അയാൾ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ. തിരിച്ചു വരുമ്പോൾ ആ കളിമണ്ണ് അവിടെ കാണാനില്ല, പകരം അനേക പാത്രങ്ങളുണ്ട്. അപ്പം എന്താണ് ഈ അനേക പാത്രങ്ങളായി തീർന്നത്? ഈ മണ്ണാണ്. അപ്പം ആ അനേക പാത്രങ്ങൾക്ക് പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ പല പേരുകൾ വന്നതെങ്ങനെയാണ്? പല രൂപങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പം നാമങ്ങളും രൂപങ്ങളും, ഈ നാമരൂപങ്ങളെയാണ് വാചാരംഭണം വികാരോ നാമധേയം എന്ന് പറഞ്ഞത്. ആ വാചാരംഭണത്തിനെ വേർതിരിച്ചും ചേർത്തും പറയാം നമുക്ക്. വാചാരംഭണം നാമധേയം, വാക്കിനെ ആശ്രയിച്ച് ഉപജീവിച്ച് വാക്കിൽ മാത്രം നിലകൊള്ളുന്ന നാമധേയം. പക്ഷെ അതിന് പിറകിലുള്ള സങ്കല്പം. പിന്നെയോ വികാരം. ആ വികാരത്തിൽ നിന്നാണ് ഈ നാമം പുതിയ പേരുണ്ടാവുന്നത്. കുട്ടി, ഇത് മൂന്നും യാഥാർത്ഥ്യമാണ്. 2 3 നമുക്ക് പറയാം. 2 പറയുമ്പോൾ എന്താണ്? നാമം രൂപം, ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് മുന്നിലേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാവുക, നാമം രൂപം. അപ്പോൾ ഈ നാമവും രൂപവും യാഥാർത്ഥ്യമാണ് അവിടെ കാണുന്ന. പിന്നെ ഉള്ളത് എന്താണ്? മണ്ണാണ്. അതുപോലെ സ്വർണം, അതുപോലെ ഇരുമ്പ്. കൃഷ്ണായസം കാർഷ്ണായസം, ഇരുമ്പും ഉരുക്കും. അപ്പം അതാണ് സത്യം. ഇതാണ് അതിനെക്കുറിച്ചുള്ള ഒരു ആദേശം എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തു. അപ്പം അവനത് താല്പര്യമായി, അവന് കുറച്ച് താല്പര്യം വന്നു. അപ്പം ഈ ഉപനിഷത്ത്
നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഉപനിഷത്ത് എന്തെങ്കിലും ഒരു ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തെ നമ്മുടെ തലമണ്ടയ്ക്കകത്തേക്ക് അടിച്ചേൽപ്പിക്കുന്ന യാതൊരു പരിപാടിയില്ല. ഈ അനാവശ്യമായിട്ട് ദൈവം മറ്റത് മറിച്ച് ഇങ്ങനെയുള്ള ഇടപാടുകളും ഇല്ല. ഇവിടെ തത് സ ഏവ, അത്, തത്, ഏതത്, ഇങ്ങനെയുള്ള പദങ്ങളാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തികച്ചും സ്വതന്ത്രവുമാണ്. ഇതിന് ജാതിയായിട്ടോ മതമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. അതൊക്കെ പിന്നീടുള്ള ഇടാകൂടങ്ങളാണ്. ഇങ്ങനെ ആദ്യ ഖണ്ഡം 7 മന്ത്രങ്ങളോടുകൂടി സമാപിക്കുകയാണ്. രണ്ടാമത്തെ ഖണ്ഡം തുടങ്ങുക. ഉപദേശം എന്ന് പറഞ്ഞാൽ തത്വമസി മഹാവാക്യ ഉപദേശം ആരംഭിക്കുകയല്ല, ഉപദേശത്തിലേക്ക്, ഉപനിഷത്തിലേക്ക്, ഇതിൻ്റെ ഗൗരവമാർന്ന ചിന്തയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു വെച്ച ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുന്നത്, ഈ മൺപാത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വൈവിധ്യങ്ങളായിട്ടുള്ള ഉപകരണങ്ങളും, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തടി കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകൾ, നൂലുകൊണ്ട്, കോട്ടൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വസ്ത്രങ്ങൾ, അങ്ങനെ നമുക്ക് പലതും പറയാം. അങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള പലത് ആയിട്ടിരിക്കുന്ന ഒന്നിലെ തന്നെ വൈവിധ്യങ്ങൾ. ഈ വൈവിധ്യങ്ങളെയൊക്കെ നമ്മൾ പഠിക്കുകയെ എത്ര തരം വൈവിധ്യങ്ങളുണ്ട് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്, വളരെ യുക്തിഭദ്രമായ ചിന്തയാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. നമുക്കങ്ങനെ ആ സംശയങ്ങൾ ചോദിച്ച് പോവാം. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞു, ഇതിലെന്തെങ്കിലും ഒരു യുക്തിക്ക് നിരക്കാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വള, മാല, കമ്മൽ, മോതിരം, അരഞ്ഞാണം, ഇല്ല, അങ്ങനെയൊന്നുമില്ല എന്ന് പറയാം. ഉള്ളതെന്താ? സ്വർണം മാത്രമാണ്. 1 പവൻ്റെ വള എന്ന് പറഞ്ഞാൽ 1 പവൻ വളയും 1 പവൻ സ്വർണവും, അങ്ങനെ 2 പവൻ ഇല്ല. 1 പവൻ്റെ മാല എന്ന് പറഞ്ഞാൽ 1 പവൻ സ്വർണം, അത്രയേ ഉള്ളൂ. 1 പവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൂക്കമാണ്. നമ്മളിപ്പോൾ വാതിലുള്ള പാളി, വാതിൽ, കട്ടിളപ്പടി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എന്താ സംഭവം? എന്താണ്? ചെമ്പിൽ പൂശിയത്. നിങ്ങൾ വേറെ എന്തിലെങ്കിലും പൂശിയാൽ അതിൽ പൂശിയത്, അതിൽ ചെമ്പ് എത്ര, സ്വർണ്ണം എത്ര. അപ്പം എന്തായാലും ഇതേപോലെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? സ്വർണ്ണാഭരണങ്ങളെല്ലാം സ്വർണ്ണമാണ് എന്ന് നമുക്ക് ബുദ്ധിയിൽ ഉറയ്ക്കാൻ വലിയ പെരുത്തു ബുദ്ധിയൊന്നും വേണ്ട. മനസ്സിലാക്കാൻ, മൺപാത്രങ്ങൾ, വൈവിധ്യങ്ങളായ മൺപാത്രങ്ങളിൽ മണ്ണാണ് സത്യമെന്നുള്ളതും നാമരൂപാദികൾ യാഥാർത്ഥ്യമാണെന്നുള്ളതും മനസ്സിലാക്കാനും പെരുത്തു ബുദ്ധി വേണ്ട. ഈ പറഞ്ഞ ഇരുമ്പ് കൊണ്ടോ വെള്ളി കൊണ്ടോ മറ്റ് ലോഹങ്ങളെ കൊണ്ടുണ്ടാക്കിയ വൈവിധ്യങ്ങളെക്കുറിച്ച്, അതെല്ലാം നാമരൂപാദികളായി പ്രകടമായി നിൽക്കുന്നത്, അതിലെ പ്രധാന ലോഹം എന്ന് പറയുന്നത് ഇന്നതാണ്. അതിലേക്ക് പല മിക്സ്ചറുണ്ട്. ഇപ്പോൾ നമ്മൾ പഞ്ചലോഹം എന്ന് പറയും, 5 ലോഹങ്ങളുടെ ചേരുവയാണ്. അങ്ങനെ പല ലോഹങ്ങളും ചേർന്നിരിക്കുന്നതുണ്ട്. അതിനെയൊക്കെ നമുക്ക് വേർതിരിക്കാം. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു മൺപാത്രത്തിനോട് ഒരു കൂജ എന്ന് പറയുന്ന വെള്ളം കുടിക്കുന്ന ഒരു കൂജയും, വേറെ ഒരു ചോറുണ്ടാക്കുന്ന ഒരു കലവും, ഒരു മീൻചട്ടിയും വൈവിധ്യമല്ല, പേരിൽ മാത്രമാണ് വൈവിധ്യം, സാധനം ഒന്നാണ്. രാമകൃഷ്ണദേവൻ പറയുന്ന അരി കൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന
ദോശ, ഇഡലി, ആപ്പം, പുട്ട് എല്ലാം അരിയാണ്. ഇതൊക്കെ നമുക്കറിയാം. ഇനി ആ അരിയും കൂജയും പുട്ടും ഒക്കെ മാറ്റിവെച്ച് നമ്മളെങ്ങോട്ടേക്ക് എടുക്കൂ? നമ്മളെന്താണ്? ഞാൻ എന്താണ്? അതിലെ എൻ്റെ ശരീരം എന്ന് പറയുന്ന ഒന്ന്, ഞാൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിലേക്കാണ് ഇങ്ങനെ പോകുന്നത്. അത് ഇങ്ങനെ അപഗ്രഥിച്ചിട്ടുണ്ടോ നമ്മൾ? ഏതൊരു ഞാനിനെയാണ് ഞാൻ പറയുന്നത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പം ഞാൻ എൻ്റെ ശരീരവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുമ്പം ഞാൻ തടിച്ചിട്ടാണ്, മെലിഞ്ഞിട്ടാണ്, വെളുത്തിട്ടാണ്, കറുത്തിട്ടാണ് എന്നൊക്കെ പറയും. ഉയരം കൂടിയവനാണ്, കുറഞ്ഞവനാണ്. എൻ്റെ സമുദായം, എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ദേശം, എൻ്റെ ഭാഷ. പക്ഷെ ഞാനാര്? അതിലേക്ക് വരും. ആ ചിന്തയിലേക്ക് ശ്വേതകേതുവിനെ കൊണ്ടുപോവുക. അപ്പം അതിൻ്റെ ബേസ് ഇങ്ങനെ ഉറപ്പിച്ചുള്ള ഒരു പോക്കാണ്. ചില ആശയങ്ങൾ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല തെറിവായിരിക്കാം. ഇത് വേദാന്തമൊക്കെ കേട്ട് തുടക്കക്കാരുണ്ടാകാം. എന്തായാലും രണ്ടാം ഖണ്ഡം 1-ാമത്തെ മന്ത്രത്തിൽ ഉപദേശം തുടങ്ങും. സദേവ സൗമ്യ ഇദമഗ്രേ ആസീത് ഏകമേവാദ്വിതീയം തദ്ദേക ആഹുഹു അസദേവമഗ്ര ആസീത് ഏകമേവാദ്വിതീയം തസ്മാദസതഃ സജ്ജായത. 1-ാമത്തെ മന്ത്രം എന്താ പറയണത്? ഈ മന്ത്രം നോക്കിക്കോളൂ. സദേവ സൗമ്യ, ഹേ സൗമ്യ, അല്ലയോ കുട്ടി, വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നതാണ്. ഹേ സൗമ്യ, ഇദമഗ്രേ, ഇതം ഈ ഏതൊരു ഇടത്ത് നിന്നാണോ ഈ അന്വേഷണം ആരംഭിക്കുന്നത്, ആ അന്വേഷണത്തിൻ്റെ തലത്തെ, നമ്മൾ ഉറച്ചു നിൽക്കുന്ന ഇടത്തെ തൊട്ടുകൊണ്ട് പറയുകയാണ് ഇതം അഗ്രേ, ഇതിനു മുൻപ്. അപ്പോൾ ഇത് ഉണ്ടാകുന്നതിന് മുൻപ്, ഏതുണ്ടാകുന്നതിന് മുൻപ്? ഈ വിശ്വം, ഈ ബ്രഹ്മാണ്ടം, ഈ യൂണിവേഴ്സ് ഉണ്ടാകുന്നതിന് മുമ്പ്. ഇതമഗ്രേ എന്ന് പറഞ്ഞാൽ അതാണ്. അഗ്രേ, മുൻപിൽ എന്നുണ്ട്. അഗ്രേ പശ്യാമി, ഞാനിതാ മുന്നിൽ കാണുന്നു. മുന്നിലെന്നും പുറകിലെന്നും. എങ്ങനെ പുറകിൽ? സൃഷ്ടിയുടെ ആരംഭത്തിന് മുൻപ്. ശ്രദ്ധയോടുകൂടി നമുക്കിത് മനസ്സിലാക്കണം. നമ്മൾ നേടിയിട്ടുള്ള അറിവും ഇതിനോട് ചേർത്ത് വയ്ക്കാം. നമ്മളൊക്കെ അത്യാവശ്യം പഠിച്ചവരാണല്ലോ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരല്ലേ. ഈ വേദാന്തമല്ലെങ്കിലും ഭൗതികമായ ശാസ്ത്രത്തിൽ അല്പമൊക്കെ പ്രാഥമികമായ കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അത്തരം കാര്യങ്ങളെയൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അതുമായി ചേർത്തുകൊണ്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. എന്താണ്? ഇതം അഗ്രേ, ഈ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തിന് മുൻപ്, ആദിയിൽ. എന്താണ്? സത് ഏവ ആസീത്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
എന്താ ഈ സത് എന്ന് പറഞ്ഞാൽ ചോദ്യം വരുന്നുണ്ട്. ഈ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കും. ഇവിടെയല്ല, ഈ ഉപനിഷത്തൊക്കെ പഠിക്കുന്നതിന് നമ്മൾ തത്വബോധം എന്ന് പറയുന്ന ഗ്രന്ഥം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ചോദ്യമുണ്ട്. എന്താ ശിഷ്യൻ്റെ ചോദ്യം? സത് കിം, എന്താണ് ഈ സത് എന്ന് പറഞ്ഞാൽ? കാലത്രയേപി യത് തിഷ്ഠതി തത് സത്. 3 കാലത്തും മാറാതെ നിലനിൽക്കുന്നത് ഏതോ അതിനെയാണ് സത് എന്ന് പറയുക. 3 കാലം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂതം, ഭാവി, വർത്തമാനം, മാറ്റമില്ലാത്തത്, അതാണ് സത്. അപ്പം ഇവിടെ പറയുന്ന സത് കുറച്ചുകൂടെ സൂക്ഷ്മമാണ്. എന്താണെന്ന് പറയാം, വഴിയെ പറയാം. അപ്പം സൃഷ്ടിക്ക് മുൻപ് അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സദേവ സൗമ്യ ഇതമഗ്രേ ആസീത്. ഏകം ഏവ അദ്വിതീയം. അത് ഏകം, അത് ഒന്ന് മാത്രമായിരുന്നു. ഏവ, അതുമാത്രമായിരുന്നു, അതിൽ വേറെ ഒന്നുമില്ല. അദ്വിതീയം, രണ്ടാമതൊന്നില്ലാത്തതാണ്. ഇതാണ് ഭേദങ്ങൾ എന്ന് പറയുക. സജാതീയം, വിജാതീയം, സ്വഗതം. ഇപ്പോൾ വൃക്ഷങ്ങൾ എന്നതൊരു ജാതിയാണ്. പക്ഷെ ആ വൃക്ഷങ്ങളിൽ ഭേദങ്ങളുണ്ട്. തെങ്ങ് പോലെയല്ല മാവ്. തെങ്ങ് ഒറ്റ തടിയായിട്ട് അങ്ങനെ പോകും മുകളിലേക്ക്. മാവ് അങ്ങനെയാണോ? അല്ല. അതുപോലെയാണോ ഈ പറയുന്ന ആൽവൃക്ഷം? മുകളിൽ നിന്ന് വേര് താഴേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ വൃക്ഷങ്ങളിൽ എന്തുണ്ട്? പല ഭേദങ്ങളുണ്ട്. ഒരു ജാതിയിൽ തന്നെ. അതിൽ തന്നെ കൊമ്പ് പോലെയല്ല ഇല, ഇല പോലെയല്ല വേര്, അതുപോലെയല്ല കായ, അതുപോലെയല്ല പൂവ്, ഭേദങ്ങളുണ്ട്. അപ്പോൾ സജാതീയത്തിൽ തന്നെ ഉള്ള ഭേദങ്ങൾ, ഒന്നുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴുള്ള ഭേദങ്ങൾ, പാറക്കല്ല്, മണ്ണ്, വെള്ളം തുടങ്ങിയിട്ടുള്ള. അപ്പം ഈ ഭേദങ്ങൾ, സജാതീയ വിജാതീയ സ്വഗത ഭേദങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഏത്? അത്. അതുകൊണ്ട് എന്താണ്? ഏകം ഏവ അദ്വിതീയം. അത് അങ്ങനെ ഏകമായ, അതുമാത്രമായ, രണ്ടില്ലാത്ത ഒന്ന് മാത്രമാണ് ഈ പ്രപഞ്ച ആവിർഭാവത്തിന് മുൻപ് ഉണ്ടായിരുന്നത്. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് അവനിൽ ഉറപ്പിക്കുകയാണ്. എങ്ങനെ? സദേവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകം ഏവ അദ്വിതീയം. തുടർന്ന് പറയുന്നു, തത് ഏകേ ആഹു. അതിനെക്കുറിച്ച് ഒരു കൂട്ടർക്ക് അങ്ങനെ ഒരു അഭിപ്രായം. ഒരു കൂട്ടർ, മോനെ ശ്വേതകേതു, ഒരു കൂട്ടം ആളുകൾ അതിനെ അങ്ങനെയാണ് പറയുന്നത്. അവരങ്ങനെയാണ് അവരുടെ കണ്ടെത്തൽ. ഇപ്പോൾ നമ്മൾ പഠിച്ച സയൻസ്, നമ്മൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? അവിടെയാണല്ലോ നമ്മൾ ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു തിയറി, ഇന്ന് ശാസ്ത്രലോകത്തിന് പൊതുസമ്മതമായിട്ടുള്ള ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി. അതിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കട്ടെ. ഇനി പുതിയ എന്തെങ്കിലും ഒരു തിയറി വന്ന് അതിനെ നിഷ്കാസനം ചെയ്യുന്നത് വരെ അതാണ് ഇപ്പോഴത്തെ തിയറി. എന്താണ് ആ തിയറി? എന്താ? 14 ബില്യൺ, കൃത്യമായി 14 അല്ല, 13 പോയിന്റ് സംതിങ് ആണ്
എത്രയാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഉദ്ദേശം പറയാം, ഒരു 14, 13.5 അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള എത്രയായാലും ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് എന്തുണ്ടായി? ഈ യൂണിവേഴ്സ് ഉണ്ടാകുന്നതിൻ്റെ കാരണമായിട്ടുള്ള, അപ്പോൾ ഈ യൂണിവേഴ്സ് ഇല്ല, കാരണമായിട്ട് ഒരു ബിന്ദു, ഒരു അണ്ഡം, ഒരു പോയിന്റ്, ഒരണ്ഡം, നമ്മൾ അതുകൊണ്ടാണ് ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. മനസ്സിലാവാൻ വേണ്ടി നമുക്കങ്ങനെ പറയാം. അങ്ങനെ ഒരു ദ്രവ്യമുണ്ടായിരുന്നു. അത് അങ്ങേയറ്റം ചൂടുള്ളതായിരുന്നു. ആ ചൂടുള്ള ഈ സാധനം ഒരു എന്താ പറയുക, തൃശ്ശൂരുകാരൻ്റെ ഭാഷ, ഒരു പൊട്ട അങ്ങോട്ട് പൊട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇതൊരു പൊട്ട അങ്ങോട്ട് പൊട്ടി. എന്നിട്ടോ അതങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ വികാസമാണ് ഇപ്പോഴും അത് വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതിൻ്റെ വേറൊരു തിയറി ഉണ്ട്, ഇത് ചുരുങ്ങാൻ പോകുന്ന തിയറി, ബിഗ് ക്രഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിരിക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അധ്യാപകന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ക്ലാസ് റൂമിൽ നമുക്ക് ഒരു ബലൂണിനെ കുറേ കുത്തുകൾ ഇട്ടിട്ട് ആ ബലൂൺ നമ്മളിങ്ങനെ വീർപ്പിക്കുന്ന സമയത്ത് അതങ്ങനെ വീർത്ത് വലുതായി വരുമ്പം ഈ കുത്തുകളൊക്കെ എങ്ങനെയാണോ അകന്ന് നിൽക്കുന്നത്, അതുപോലെ ഗാലക്സികളെല്ലാം അകന്നകന്ന് നിൽക്കുക. ആ ബിഗ് ബാങ്ങിലാണ്, ഈ വലിയ പൊട്ടിത്തെറിയിൽ നിന്നാണ് നക്ഷത്രങ്ങളും ഈ കാണായതെല്ലാം തന്നെ ഉണ്ടായത്. അങ്ങനെ ഇത്രയും ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഇത്, അങ്ങനെ അതിലെ ഒരു പീസ്, അതാണ് ഭൂമി. അതങ്ങനെ എത്രയോ കാലങ്ങൾക്ക് അതിലെ ആ ചൂടൊക്കെ തണുത്തുറഞ്ഞ് നമുക്കൊക്കെ വസിക്കാൻ പാകമായി. അങ്ങനെ വസിക്കാൻ പാകമായ ഭൂമിയിൽ നിന്നിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഋഷി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അതൊന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. ഈ ബിഗ് ബാങ് തിയറി പഠിക്കുമ്പം, അല്ലെങ്കിൽ നമ്മളെ അത് ആരെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകനോട് അല്ലെങ്കിൽ സയൻസിനോട് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്ക്, ഇപ്പം നമ്മുടെ ഈ എന്താ പറയുക, ഈ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് ട്രാൻസിസ്റ്ററും കണ്ടൻസറും ഈ ചെറിയ ട്രാൻസ്ഫോമറും ഒക്കെ പൊട്ടാറുണ്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ട്രാൻസ്ഫോമർ പൊട്ടാറുണ്ട്. പലപ്പോഴും തീപിടുത്തത്തിന് കാരണമായിട്ടുള്ള പല സംഗതികളും നമ്മളെ വാഹനങ്ങളിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇത് പൊട്ടും ഓരോന്ന്. എന്താ ഇത് പൊട്ടാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നെന്ന കാരണങ്ങളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ ഓവർലോഡായി, കറണ്ട് കൂടുതൽ വന്നു, അതിങ്ങനെ കറങ്ങി ചൂടായി, അങ്ങനെയാണ് അത് പൊട്ടിയത് എന്നൊക്കെ ഉള്ളതിനൊരു കാരണമുണ്ട്. ഇവിടെ എന്തിനാണ് ഈ സാധനം പൊട്ടിയത്? അത് പൊട്ടാനുണ്ടായ കാരണം എന്താണ്? ഇല്ല, ചോദ്യമില്ല, അതിന് ഉത്തരവുമില്ല. നമ്മൾ സയൻസിനെ പരിഹസിക്കുകയും നിരാകരിക്കുന്നതല്ലേ? നമുക്ക് അങ്ങേയറ്റം റെസ്പെക്റ്റാണ്. ഈ യുക്തിവാദികൾക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ഈ വേദാന്തം പറയുന്നവർക്ക് സയൻസിനോട് പുച്ഛമാണ്, ഈ ആത്മീയത ഇതൊക്കെ പറയുന്നവർക്ക്. ഒരിക്കലും അല്ല. മതങ്ങൾക്കൊക്കെ സയൻസിനോട് പുച്ഛമുണ്ടോ എന്ന് വെച്ചാൽ സയൻസിനോട് പുച്ഛമുള്ള മതങ്ങളുണ്ടാവും. ഉപനിഷത്തിന് സയൻസുമായിട്ട് യാതൊരു വിധത്തിലുള്ള സംഘർഷവുമില്ല, നന്നായി ഒത്തുപോകുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക 13.8 അല്ലെങ്കിൽ ഇത്ര ബില്യൺ
വർഷങ്ങൾക്ക് മുൻപ് ഈ പൊട്ടലുണ്ടായി എന്ന് പറയുമ്പോൾ ഈ പൊട്ടലുണ്ടായത് കാലത്തിലാണോ? ഈ ടൈം ആൻഡ് സ്പേസ് ഉണ്ടാകുന്നത് അതിന് ശേഷമാണ്. ഭയങ്കര രസമാണിത്. നമ്മൾ ഈ ബിഗ് ബാങ് തിയറിയിൽ നിന്ന് വേണം നാരായണീയമൊക്കെ പഠിക്കാൻ തന്നെ. നാരായണീയത്തിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണല്ലോ. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. കാലവും ദേശവും എന്നാണ് ഈ ടൈം ആൻഡ് സ്പേസ് ഉണ്ടായത്. അപ്പം ടൈമും സ്പേസും ഇല്ലാത്ത അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സദേവ ഇതമഗ്രേ എന്ന് പറയുന്നത്. അഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശകാലങ്ങൾക്ക് അപ്പുറത്ത്. സയൻസും ടൈം ആൻഡ് സ്പേസ് ഉണ്ടായത് എങ്ങനെയാണ്? ഇതിന് ശേഷമാണ്. എന്നിട്ടും നമ്മൾ പറയുന്നതാണ് 13.8 ബില്യൺ മുൻപിലെന്ന്. അങ്ങനെ നിങ്ങൾ ബിഗ് ബാങ് തിയറി പറയുന്ന അധ്യാപകനോട്, പ്രൊഫസറോട് ചോദിക്കൂ, സാറേ ഇത് എത്ര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇതിങ്ങനെ ചൂട് കൂടെ ഇതിങ്ങനെ നിന്നു, എന്നാണ് ഇതിങ്ങനെ പൊട്ടുമെന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? അപ്പോൾ ഇതിൻ്റെ പിറകിലേക്കുള്ള കാര്യം ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങൾ സയൻസും വലിയൊരു, നമ്മൾ പറയുമല്ലോ, പ്രഹേളിക ഉണ്ട്, കടങ്കഥയാണതിൽ പലതും. പക്ഷെ അതാണ് സത്യം. പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ്. അത് നമ്മൾ അതിനെ എല്ലാറ്റിനും എല്ലാ ഉത്തരം കൃത്യമായിട്ട് 5+3 എന്നുള്ളതിന് 8 എന്ന ഉത്തരമൊന്നുമില്ല. ഇവിടെ ഉപനിഷത്തിൻ്റെ ഈ ഒരു പഠന രീതി ഇതാണ്. അത് മോശമാണ്, ഇത് ഗെയിമാണെന്നല്ല പറയുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നോ, നിങ്ങളുടെ എന്തെങ്കിലും അസുഖം മാറുന്നോ എന്നുള്ള സാധനമല്ല ഇത്. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടോ എങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങളെ ബുദ്ധിക്ക് നല്ല അന്നമാണ് ഉപനിഷത്ത്. അതിൻ്റെ വിശപ്പിനെ അടക്കാൻ ഇതിനോളം പോകുന്ന മറ്റൊന്നുമില്ല. അതൊരു സത്യമാണ്. കാരണം ഇത് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ കൊണ്ടുവന്ന ഒരു ദൈവം അങ്ങനെ പൊട്ടിച്ചു എന്നോ അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു എന്നോ, അതാണ് ഉപനിഷത്തിൻ്റെ സൗന്ദര്യം. അങ്ങനെ ഒരു കാരണക്കാരൻ മൂപ്പരിങ്ങനെ ആലോചിച്ചു, പറയുമ്പം ചിലയിടത്തൊക്കെ ഇങ്ങനെ പറയും. മറ്റൊരു ഉപനിഷത്തിൽ പറയും സ്വ അകാമയത. ഇപ്പോൾ ബിഗ് ബാങ് തിയറിയെ സംസ്കൃതത്തിൽ ഉപനിഷത്തിൽ പറയുന്നത് എങ്ങനെയാ? സ്വ അകാമയത. അവൻ സങ്കല്പിച്ചു. നിങ്ങൾക്ക് സയൻസിനെ നിരാകരിക്കാൻ പറ്റില്ല. അത് അവൻ സങ്കല്പിച്ചു. എന്താ അവൻ സങ്കല്പിച്ചത്? ബഹുസ്യാം പ്രജായേമ ഇതി, എനിക്ക് പലതാകണം എന്ന്. അതെ, ബിഗ് ബാങ് അതാണല്ലോ, അവൻ പലതായതാ, അവൻ്റെ സങ്കല്പമാണ്. അപ്പോൾ ഉപനിഷത്ത് പറയുമ്പോൾ പ്രപഞ്ചോൽപ്പത്തിക്ക് അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതെങ്ങനെയെങ്കിലും തുടങ്ങണമല്ലോ. നമുക്ക് ഇത് വളരെ ഗൗരവമാർന്ന ഒരു ചർച്ചയാണ്. നമുക്ക് നാളെ ബാക്കി ഭാഗങ്ങൾ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.